ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു കുട്ടി വ്ളോഗാണ്. നമ്മുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ സേവിന് ചോറ് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് അതിനായുള്ള തയ്യാറെടുപ്പുകളാണ്. ചായ ഇട്ട് കുടിച്ചു. അപ്പോൾ അമ്മയെ അമ്പലത്തിൽ പോയിട്ട് വന്നായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരു ചായ കൊടുത്തു. പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ചീര നിൽക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചു ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചീരയൊക്കെ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും കുറേ കിളികളുണ്ടായിരുന്നു മുറ്റത്ത്. അവരൊക്കെ പറന്ന് ലയൻ കമ്പിയിലോട്ട് പോയി. ലയൻ കമ്പി ചെന്നിരുന്ന് ഒരു കാക്ക വന്ന് അവരൊക്കെ കൊത്തി ഒട്ടിച്ച്. രാവിലെ ഈ കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നത് ഒരു പോസിറ്റീവ് വൈബാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നത്? എനിക്ക് എന്തായാലും ഇഷ്ടമാണ്. കുറച്ച് നേരം അതൊക്കെ നിന്ന് കേട്ടതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് പോയി. അപ്പോൾ ഒരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു. അതിനും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പോയത്. ഇന്നലത്തെ കാറ്റത്ത് വീണ ചെടികളാണ്, ചരിഞ്ഞു പോയെല്ലാം. അപ്പോൾ അതൊക്കെ പിന്നീടൊന്ന് നേരെയാക്കണം. അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ചീരത്തോരൻ തയ്യാറാക്കാൻ വെച്ച് കുറച്ച് ചീരയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു സവാളയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് ചീരത്തോരൻ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതിന് കൊണ്ടാനുള്ള ചീരത്തോരൻ റെഡിയായി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ദോശയ്ക്ക് വേറെ എന്ത് കറി വെച്ചാലും കുറച്ച് ചമ്മന്തിക്കറി വേണം. ഇവിടെ ചമ്മന്തിക്കറി മസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഭയങ്കര വിലയാണ്. എന്നാലും കുറച്ച് ചമ്മന്തിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കി സേതുനുള്ള ദോശ ചുട്ടെടുത്തു. അച്ഛനും ചേട്ടനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ മാത്രം ദോശ ചുട്ടെടുത്താൽ മതി. ചൂടോടെ കഴിക്കാനാണ് അവർക്കിഷ്ടം. അപ്പോൾ സേതുവിന് ചോറ് കൊണ്ടുപോകാനായിട്ട് ചീരത്തോരനും ചമ്മന്തിയും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ്. അപ്പോൾ 3 പീസ് പൊരിച്ചെടുത്തു. അപ്പോൾ ഒരു പീസ് ആദ്യം വെച്ചിട്ട് സേതുവിന് 2 പീസ് വെച്ചു. അപ്പോൾ അവന് ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ചോറ് കൊണ്ടുപോകാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ പറയും അമ്മയെ ബ്രേക്ക്ഫാസ്റ്റ് മതി അമ്മയെന്ന് പറയും. അപ്പോൾ ദോശയായാലും ചിലപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കും അവന് കൊണ്ടുപോകാനായിട്ട് ലഞ്ചിന്. അപ്പോൾ സേതുവിന് 2 മണി വരെ സ്കൂളുള്ളൂ. അതുകൊണ്ട് മിക്ക ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ അമ്മ അറിഞ്ഞില്ല പുതിയ ബോട്ടിൽ വാങ്ങിച്ചത്. അമ്മ പഴയ ബോട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സേതു പോയതിന് ശേഷം ആദ്യക്കുട്ടനെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് റെഡിയാക്കി എടുത്ത്. അപ്പോൾ നമ്മൾ ആദ്യക്കുട്ടന് ആധാർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യക്കുട്ടനോട് ആദ്യം പറഞ്ഞില്ല, ആദ്യം നഴ്സറി പോകാൻ റെഡിയായെന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നു. നഴ്സറി പോയിട്ട് കുറേ ദിവസമായി, ഇടയ്ക്ക് വയ്യാണ്ടായതിന് ശേഷം പോയില്ലായിരുന്നു. അപ്പോൾ നാളെ മുതൽ പോകണമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു വിഷമമാണ്. മാമി വന്നാൽ പിന്നെ ഒട്ടും നഴ്സറി പോകണത് ഇഷ്ടമല്ല. അങ്ങനെ മാമിയോട് പിണങ്ങിയിരിക്കുകയാണ്. എൻ്റെ ബാഗ് മാമിയുടെ മടിയിലിരിക്കുന്നതുകൊണ്ട് മാമിയോട് പിണങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മാമത്താണ് ആധാർ എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ മാമ എത്താറായി. ഇത് കാണുന്നത് മാമൻ പാലമാണ്. നമ്മളവിടെ എത്തി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിന് ചെറിയൊരു സമാധാനമായി. എന്തായാലും അങ്കണവാടിയിലല്ല കൊണ്ടുപോയത്, ഇവിടെയാണല്ലോ വന്നിരുന്നാലും ഒരു ടെൻഷൻ. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് എന്നെ ഇനി അങ്കണവാടിയിൽ കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ടോക്കൺ അനുസരിച്ചാണ് കയറ്റുന്നത്. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ രാവിലെ പോയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ ആദ്യക്കൂട്ടന്നെ ബോറടിച്ച് തുടങ്ങി. കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും അവന് ഉറക്കം വരും. അങ്ങനെ നമ്മളവരെ വിളിച്ചു ആധാർ എടുക്കാനായിട്ട്. ആദുവിന് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ഇരുത്തി. അപ്പോൾ അതിന് ഉറക്കം വന്നിട്ട് വയ്യ. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.